ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബി ദ ചേഞ്ച് ബൈ റിഷാദ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. ഞാനില്ല എന്ന് കരുതി അതിനൊരു മുടക്കം വരാൻ പാടില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 ദിവസം ഞാൻ ഇന്ന് ബിസി ആവും. എൻ്റെ അനിയത്തിക്കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ അത് കൂടാൻ വേണ്ടിയിട്ടും കൂടി തന്നെയാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. അപ്പം ഇന്നലെ ഹൽദി ആയിരുന്നു. എൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുന്നവർക്കറിയായിരിക്കും. ഉള്ള പോസ്റ്റും എല്ലാം ഫോട്ടോ എല്ലാം ഇട്ട് ഞാൻ ആകെ എല്ലാം കുളമാക്കി നാശാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഹൽദിക്ക് പോയി നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ വ്ളോഗ് എടുക്കാനുള്ള രീതിയിലൊന്നും ആയിരുന്നില്ല പോയിരുന്നത്. കാരണം വെച്ചാൽ ഞാൻ ഫോൺ എവിടെ വെച്ചതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ ഫോണ് ഒരു സ്ഥലത്ത് വെച്ചു, ഞാൻ എന്നിട്ട് എൻജോയ് ചെയ്തു. കാരണം വെച്ചാൽ ഇതൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ ഫുൾ മസ്തിയായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് കസിൻസ് ഉണ്ടായിരുന്നു, സെക്കൻഡ് കസിൻസ് ഉണ്ടായിരുന്നു, എല്ലാവരും ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മൊമെൻറ്റിൽ വരുമ്പോഴത്തേക്ക് അടിച്ചുപൊളി ഡാൻസ്, ഫുഡ് അടി ഒന്നും പറയണ്ട. ഫുഡൊന്നും കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ. കാരണം ഞാൻ മാത്രമേ പോയിരുന്നുള്ളൂ. എൻ്റെ സൈഡ് ഞാൻ കുഞ്ഞുങ്ങളൊന്നും കൂട്ടിയിരുന്നില്ല. കാരണം കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് പോയാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പം പോയി രാത്രി ബിരിയാണിയാണ് കഴിച്ചത്. അപ്പം ആ ഒരു ചെറിയ ഹാങ് ഓവർ. ഞാൻ എത്തിയിട്ട് ഇപ്പോൾ 1 മണിക്കാണ് ഞാൻ എത്തിയത്. വന്നിട്ട് ഞാൻ ഫ്രഷായി ഞാൻ വീണ്ടും ടൗണിലേക്ക് പോയി. ഗുരുവായൂർ വെച്ചിട്ടാണ് കല്യാണം. അപ്പം നാളെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നാളെയല്ല, മറ്റന്നാളാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെ ഇറങ്ങണം. പാക്കിങ് കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ്, അച്ഛൻ്റെ ഡ്രസ്സ് എല്ലാം എടുത്ത് വെച്ച് നമുക്ക് സെറ്റ് ആക്കണം. അമ്മ എന്തായാലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അനിയത്തി ഇവിടെ അമ്മയുടെ കൂട്ടിനായി ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി വരുമ്പോഴേക്ക് കുറച്ചൊരു ബിസി ഷെഡ്യൂളായി മാറി. അപ്പോൾ എന്തായാലും കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ ചിലപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും, ഞാൻ ഷൂട്ട് ചെയ്യാം. എന്നാലും എനിക്കറിയില്ല, ഗ്യാരണ്ടി ഇല്ല. ഫുഡ് ഞാൻ ഒരുപാട് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാം ലിമിറ്റഡ് ആയിരുന്നു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല. എന്നെ സമ്മതിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇല്ലാതെ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്തെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. കാരണം ഇന്നിപ്പം കല്യാണ വീട്ടിൽ നിന്ന് ഞാൻ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് വെയിറ്റ് നോക്കാൻ പറ്റില്ല. എനിക്ക് ചേച്ചിയോട് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് വെയിറ്റ് നോക്കണം, വെയിങ് മെഷീൻ കൊണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ഇത് മാത്രം മതി എന്ന് എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ല, നാട്ടി ഓടിക്കും. അപ്പോൾ നല്ല വിശേഷങ്ങളായിരുന്നു. ഹൽദിയുടെ ഒക്കെ കുറച്ച് വിശേഷങ്ങൾ ഞാനിവിടെ കൊടുത്തേക്കാം. വലിയ രസമുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് നമ്മുടെ കുറച്ചൊരു മൊമെൻറ്റ്സ് നമ്മളിന്ന് ഷെയർ ചെയ്യുകയാണ്. എന്തായാലും നമ്മുടെ കല്യാണ വീഡിയോ കിട്ടുമ്പോഴത്തേക്കും ഞാനത് പ്ലേ ചെയ്യാം. ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രമാത്രമാണ്. നാളെ ഒരു ദിവസം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. അപ്പോൾ നാളെ ഒരു ദിവസമായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വിചാരിക്കുന്നില്ല. കാരണം മറ്റന്നാൾ നമ്മൾ പോയി പിന്നെ പിറ്റേ ദിവസം കല്യാണം. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മീൻസ് എല്ലാ ഫംഗ്ഷൻസും തീർന്നു. എനിക്കിങ്ങനെ ഒരുപാട് ലോങ് ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഈ ഒരു 2 ദിവസം എന്നോട് ക്ഷമിക്കുക. എന്തായാലും ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തേക്കാം. എന്തായാലും പ്രതീക്ഷ കൈവിടരുത്. ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനി എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം, മനസ്സിലാക്കണം, കൂടെ നിന്ന് കട്ടക്ക് എന്താ പറയുക ജോയിൻ ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രമാത്രമേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ. കാത്തിരുന്നൊരു ചക്കരക്കുടം കയ്യിലെത്തുമ്പോൾ അമ്മാടിക്കൊരു ഗോലുമാണ്. ചക്കരക്കുടം തൊട്ട് നോക്കി നാക്ക് ചക്കരക്കുടം